നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ വാങ്ങിക്കാത്തതിന്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു കസ്റ്റമർ വാങ്ങിക്കാൻ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് മേടിക്കില്ല. ഒരു കസ്റ്റമർ ആദ്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്ക് വരുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ, ക്വിക്കായിട്ട് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ അവിടെ ഇല്ല, ഒരു പ്രോപ്പർ പ്രൂഫ് ഇല്ല, ഇതിനു മുമ്പിട്ട് കസ്റ്റമർ വാങ്ങിച്ചിട്ട് റിവ്യൂസ് അവിടെ ഇല്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും? എക്സിറ്റ് അടിച്ചു പോകും. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് കസ്റ്റമറുടെ ബ്രെയിൻ ഓവറായിട്ട് എഫേർട്ട് എടുക്കുകയാണ്, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ, കുറെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ മേടിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ അവരെടുക്കുന്ന എഫേർട്ട് മാക്സ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ക്വിക്കായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, റിവ്യൂസ്, ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഒക്കെ നമ്മൾ അവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള മെയിൻ കാര്യമാണ് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമറുടെ ഇടയിൽ നമ്മൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്തായാലും നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കും. ഒരു നമ്മുടെ വെബ്സൈറ്റിലേക്കോ ലാൻഡിംഗ് പേജിലേക്കോ ഒരു പുതിയ കസ്റ്റമർ വരുമ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ടാവും ആൾക്കാർ. ഇപ്പോൾ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന റിസൾട്ടിലും അത്രയും മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കൂടുതൽ ചോയ്സ് കൊടുക്കാതിരിക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോം പേജ് കൊടുക്കാതെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കുക. അത് പ്രൊഡക്റ്റിലേക്ക് ലാൻഡ് ചെയ്ത രീതിയിലുള്ള ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഓവറായിട്ട് കൺഫ്യൂഷൻ വരില്ല. ലെസ് തിങ്കിങ് മോർ ബൈയിങ് എന്നാണല്ലോ. ഒരു കസ്റ്റമർ നമ്മളോട് തരുമ്പോൾ ട്രസ്റ്റ് ഇല്ലാതിരിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുക, കൺഫ്യൂസ്ഡ് ആയിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് മേടിക്കില്ല.